യെസ്, ഹലോ ഡിയേഴ്സ്. അപ്പോൾ മിസ് വീണ്ടും വന്നിട്ടുണ്ട്. നമ്മളുടെ 9ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ പാർട്സ് ഓഫ് സർക്കിൾസ്, വൃത്തഭാഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതാ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൊട്ട് കഴിഞ്ഞ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് 18 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് സാറ് പറ്റിച്ചാൽ കേട്ടോ ഞങ്ങളെ. ഞാനും ക്ലാസ് കഴിഞ്ഞപ്പോഴാണ്ടോ നോക്കിയപ്പോൾ 18 മാറി 24 മിനിറ്റ് ആയിന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കിടക്കാം. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിയും കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഇവിടെയും ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഒരു സർക്കിൾ അഥവാ വൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ, വൃത്തത്തിന്റെ റേഡിയസ് ആരം 6 എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ ഏരിയ അഥവാ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു πr². ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി ഒരു വൃത്തത്തിന്റെ പകുതിയാണ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു വൃത്തത്തിന്റെ പരപ്പളവിന്റെ പകുതിയായിരിക്കും അർദ്ധവൃത്തം എന്ന് പറയുന്നത്. ഒരു സർക്കിളിന്റെ പകുതിയല്ലേ സെമി സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയ πr² ആണ്, അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ πr² ഡിവൈഡഡ് ബൈ 2 ആണ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിന്റെ പരപ്പളവ് അഥവാ ഏരിയ കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പൈതഗോറസ് തിയറം. ഇത് ഓൾറെഡി ഒറ്റ വീഡിയോയിൽ എടുക്കാമെന്ന് കരുതി കഴിഞ്ഞ വീഡിയോയിൽ ആദ്യമേ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് ഇതിൽ കൂടി ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. മട്ടത്രികോണമാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പൈതഗോറസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്, കർണം. ഓക്കെ, താഴെ വരുന്ന ഈ വശമാണ് ബേസ്, പാദം. ഇവരുടെ ഹൈറ്റ്, ഉയരമാണ് ഓൾട്ടിറ്റ്യൂഡ്, ലംബം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? √ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. തിരിച്ചും പറയാം, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഈ ഒരു റൂട്ട് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആയി മാറും. ഓക്കെ, അവിടെയുള്ള റൂട്ട് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരുമ്പോൾ സ്ക്വയർ ആയി മാറും. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് പോയി ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പൈതഗോറസ് തിയറം പഠിച്ചപ്പോൾ എല്ലാം കൃത്യമായി തന്നെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും ഉള്ളൂ. ഇനി നമുക്ക് നേരെ ഇതിലേക്ക് കിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇനി കഥ പറഞ്ഞ് നീട്ടി വലിക്കുന്നില്ല, നമുക്ക് നേരെ തന്നെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സാറ് റെഡിയാണോ? ഞാൻ കുറച്ച് റെഡി കുറവുണ്ട്, തൊണ്ടവേദനയ്ക്ക് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഒച്ചയൊക്കെ നിങ്ങളൊന്ന് സഹിക്കേണ്ട വരും. ഓക്കെ, ക്ലാസ്സിലായിരുന്നെങ്കിൽ ഇപ്പം എന്തെങ്കിലും കമൻ്റൊക്കെ ചാറ്റ് ബോക്സിലോട്ടൊക്കെ അയച്ചാനിപ്പോൾ വരും. ഓക്കെ, യെസ്, അവിടെ നിന്ന് എന്തൊക്കെയോ മനസ്സിൽ പറയുന്നത് ഞാനിവിടെ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. ഞാൻ പേര് കൊടുക്കാം, ABC. മട്ടത്രികോണമാണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ, ഈ മട്ടത്രികോണത്തിന്റെ ഓൾട്ടിറ്റ്യൂഡും ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, കർണം AC, ഓൾട്ടിറ്റ്യൂഡ് ലംബം AB, ബേസ് പാദം BC. ഇവരെല്ലാവരും ഡയാമീറ്റർ അല്ലെങ്കിൽ എന്താണ് സൈഡ് വരുന്ന ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തം വരച്ചിട്ടുണ്ട്. കണ്ടല്ലോ, പച്ച, നീല, ഓറഞ്ച്, അല്ലെ, എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പച്ച, നീല, ഓറഞ്ച് എല്ലാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നീല കളറുള്ള സെമി സർക്കിൾ, അർദ്ധവൃത്തം, ഞാൻ 1 എന്ന് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ 2 പേരുടെയും പരപ്പളവുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഏരിയ ഓഫ് 1 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ഫിഗർ ആദ്യത്തെ ഈ ഒരു സെമി സർക്കിളിനെയാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് 1 2 3 3 വർക്കും കൊടുത്തിരിക്കുന്നത്. ഏരിയ ഓഫ് 1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് 2 പ്ലസ് ഏരിയ ഓഫ് 3 ചെയ്യുമ്പോൾ കിട്ടുമോ? അത് പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഡീറ്റെയിൽസോ അളവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല. എന്താണ് ഇവന്റെ ഏരിയ എന്ന് പറയുന്നത്? ഇവർ 2 പേരുടെയും ഏരിയ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുമോ? ഇവന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ 2 പേരുടെ പരപ്പളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെളിയിക്കണം. ഓക്കെ, വളരെ സിമ്പിളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? തെളിയിക്കേണ്ട കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതാ ഇതിൽ മനോഹരമായ പടം ഞാൻ വരക്കാൻ പോകുന്നു, അല്ലേ? നിങ്ങളും വരക്കുക കൂടെ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്,
മട്ടത്രികോണമുണ്ട്. ഇത് നീലയായിരുന്നില്ലേ, നമുക്കത് തന്നെ കൊടുക്കാം. ഇതാ നീല കളറിലെ ഇതാ ഇവനെ വരച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ എന്താണ്, ഓറഞ്ച് എവിടെയാണ് വന്നിരിക്കുന്നത്, താഴെ ഓറഞ്ച് ഉണ്ട്. ഓക്കെ, ഓറഞ്ച് വന്നിട്ടുണ്ട്. ആൻഡ് പച്ച, ഓക്കെ പച്ച കളർ ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വാവ്, സൂപ്പർ ആയിട്ടുണ്ടല്ലേ. നമ്മുടെ ഫിഗറിന് ഇത് നന്നായിട്ട് വരച്ചിട്ടില്ലേ? ഓ താങ്ക് യു, വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാ പേര് കൊടുത്തേക്കാം, ABC. ABC 1 2 3. തെളിയിക്കേണ്ടത് ഏരിയ ഓഫ് 1 എന്ന് പറയുന്നത് ഏരിയ ഓഫ് 2 ഏരിയ ഓഫ് 3 തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടണം. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി എല്ലാവരുടെ ഏരിയ കണ്ടുപിടിക്കാം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ മിസ് ഒന്ന് പറഞ്ഞോട്ടെ. ആദ്യം നമുക്ക് ഈ ഫസ്റ്റ് വൺ എടുക്കാം. ഫസ്റ്റ് വണ്ണിൻ്റെ സൈഡ് വരുന്നത് AC ആണ്. AC ഓക്കെ ആണല്ലോ. ഇവനൊരു സെമി സർക്കിൾ അല്ലേ, അർദ്ധവൃത്തമല്ലേ. അപ്പോൾ സെമി സർക്കിളിൻ്റെ ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ πr². അപ്പോൾ അർദ്ധവൃത്തമാകുമ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും, ഡിവൈഡഡ് ബൈ 2. സെറ്റാണല്ലോ. ഞാൻ നേരെ തന്നെ ചെയ്യുന്നുണ്ട്. π × r². ഈ സെമി സർക്കിളിൻ്റെ ഡയാമീറ്റർ ഇതാ നോക്കുക. ഇത് ടോട്ടൽ ഒരു സർക്കിളായിട്ട് വരയ്ക്കുമ്പോൾ AC ഡയാമീറ്റർ ആയിട്ട് വരും, വ്യാസമായിട്ട് വരും. അപ്പോൾ അവൻ്റെ റേഡിയസ്, ആരം എന്ന് പറയുന്നത് AC-യുടെ പകുതി ആയിരിക്കുമല്ലോ, AC/2 ആയിരിക്കുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ വ്യാസത്തിൻ്റെ പകുതി ഡയാമീറ്ററിൻ്റെ പകുതി ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ r² എന്ന് പറയുമ്പോൾ AC/2 ഹോൾ² ഡിവൈഡഡ് ബൈ 2. ക്ലിയർ ആയോ? സെറ്റാണോ? യെസ്, ദാറ്റ് ഈസ് π × AC². ഓക്കെ, ഈ സ്ക്വയർ AC-ക്കും ബാധകമാണ്, ഡിവൈഡഡ് ബൈ 2 2-നും ബാധകമാണ്, ഡിവൈഡഡ് ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ ആണല്ലോ. സ്ക്വയർ രണ്ട് ആൾക്കാർക്കും കൊടുത്തു. ഇനി വെറുതെ 2 എന്ന് എഴുതിയാൽ അതിനർത്ഥം ഡിവൈഡഡ് ബൈ 1 ഉണ്ടെന്നാണ്. ഓക്കെ, അതിന് നേരെ മേളിലേക്ക് എടുക്കുമ്പോൾ π × AC² ബൈ 4 × 2/1 എന്നുള്ളത് എന്തായി മാറും? 1/2 മാറും. ഇതെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് π × AC² ഹോൾ ഡിവൈഡഡ് ബൈ 4 × 2 8. ദാറ്റ് ഈസ് π AC² ബൈ 8 എന്ന് വരും. ആരുടെ ഏരിയ? ഈ തന്നിരിക്കുന്ന ഫസ്റ്റ് വണ്ണിൻ്റെ ഏരിയ. ആദ്യത്തെ സെമി സർക്കിളിൻ്റെ പരപ്പളവ് എത്രയാണ് വന്നിരിക്കുന്നത്? π AC² ബൈ 8. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേ സ്റ്റെപ്പ് തന്നെ, സെയിം സ്റ്റെപ്പാണ് ബാക്കി 2 പേരെയും കണ്ടുപിടിക്കാൻ പോകുന്നത്. റെഡിയാണോ എല്ലാവരും? യെസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ദാ ഓറഞ്ച് കളർ ഓറഞ്ച് അല്ല ഗ്രീൻ എടുക്കാം. ഫസ്റ്റ് വൺ ചെയ്തു, ഇനി സെക്കൻഡ് വൺ ചെയ്യാം. ഓക്കെ, ദാ സെക്കൻഡ് വൺ ചെയ്യാം. സെക്കൻഡ് വൺ ദാ 2 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. 2 ദാ AB ആണ് ഡയാമീറ്റർ, വ്യാസം വന്നിരിക്കുന്നത്. ദാ AB. സെറ്റാണല്ലോ, റെഡിയാണല്ലോ. യെസ്, ഇവൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം, പരപ്പളവ്. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ്. സർക്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ എന്താണ്? വൃത്തത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2. ഇവൻ്റെയും എന്താണ്? വ്യാസം അഥവാ ഡയാമീറ്റർ AB ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് അതിൻ്റെ പകുതിയല്ലേ. അപ്പോൾ AB/2 ആണ് ഇവൻ്റെ ആരം അഥവാ റേഡിയസ് വരുന്നത്. നമുക്ക് നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. π × r². r എത്രയാണ്? AB/2 ദി ഹോൾ² ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. π × AB² ബൈ 2ൻ്റെ സ്ക്വയർ 4 ഹോൾ ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. വെറുതെ 2 എഴുതിയാൽ ഡിവൈഡഡ് ബൈ 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ മേളിൽ നമുക്കൊന്ന് നോക്കാം. π × AB² ബൈ 4 ഹോൾ ഡിവൈഡഡ് ബൈ 2/1. അത് മേളിലോട്ട് വരുമ്പോൾ 1/2 മാറും. ഡിവിഷൻ മാറി ഇൻറ്റു 1/2. ഓക്കെ, ഇനി നമുക്ക് നേരെ വരെ മൾട്ടിപ്പിൾ ചെയ്യാം. ദാറ്റ് ഈസ് π × AB² ഡിവൈഡഡ് ബൈ 4 × 2 എത്രയാണ്? 8. ഒന്നുകൂടി നമുക്ക് ഭംഗിയിൽ π AB² ഡിവൈഡഡ് ബൈ 8. ഇവൻ്റെയും ഏരിയ കിട്ടി. കണ്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. യെസ്, അപ്പോൾ അതാ നമുക്ക് നോക്കാം. ഇവൻ്റെയും ഏരിയ, രണ്ടാമത്തവൻ്റെ ഏരിയ നമുക്ക് കിട്ടി. എത്രയാണ്? π × AB² ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ്. ഇനി
അതുപോലെ തന്നെ മൂന്നാമത്തെ ആളുടെയും കണ്ടുപിടിക്കാം. മൂന്നാമത്തെ ആളുടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്യുക. ഓക്കെ, പോസ് ചെയ്തതിന് ശേഷം തനിച്ചൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം ചെയ്തിരിക്കുന്നത് ശരിയാണോ നോക്കാം. ഇതേ സ്റ്റെപ്പ് തന്നെയല്ലേ എവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആളുടെയും കണ്ടുപിടിച്ചേക്കാം. മൂന്നാമത്തത് പോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പോസ് ചെയ്തിട്ട് വരാം കേട്ടോ. ഓക്കെ, പോസ് ചെയ്തു, ആൻസർ കിട്ടിയാലോ? യെസ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആളുടെ കണ്ടുപിടിക്കാം. മൂന്നാമത്തേത് എന്താണ് വരുന്നത്? BC ആണ് വരുന്നത്. BC. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് BCയുടെ പകുതി ആയിരിക്കും. നേരത്തെ പറഞ്ഞ കഥ തന്നെയാണ് കേട്ടോ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു πr²/2. ദാറ്റ് ഈസ് π ഇൻറ്റു BC/2 ദി ഹോൾ സ്ക്വയർ. ആറിന് പകരം BC/2 കൊടുത്തു, ഹോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് π ഇൻറ്റു BCയുടെ സ്ക്വയർ BC²/2ൻ്റെ സ്ക്വയർ 4 ഹോൾ ഡിവൈഡഡ് ബൈ 2 തന്നെ വന്നു. വെറുതെ 2 എഴുതിയാൽ അതിനർത്ഥം ഡിവൈഡഡ് ബൈ 1 ഉണ്ടെന്നാണ്. അപ്പോൾ ഇതാ π ഇൻറ്റു BC²/4 2/1 മേളിലോട്ട് വരുമ്പോൾ 1/2 മാറി, ഡിവിഷൻ മാറി, ഇൻറ്റു ആയി. ഇവിടെയും നമുക്ക് എന്ത് ചെയ്താം? π ഇൻറ്റു BC² ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2 8. ദാറ്റ് ഈസ് π BC² / 8. ദാ അപ്പോൾ മൂന്നാമത്തെ ആളുടെയും ഏരിയ നമ്മൾക്ക് കിട്ടി. എന്താണ്? π ഇൻറ്റു അല്ലെങ്കിൽ π BC² / 8. മൂന്ന് പേരുടെയും എന്ത് കിട്ടി? ഏരിയ നമ്മൾക്ക് കിട്ടി, പരപ്പളവ് കിട്ടി. എന്താണ് തെളിയിക്കേണ്ടത്? ഈ ഒന്നാമത്തെ ഏരിയ, ഈ ഒന്നാമത്തവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇവരെ രണ്ടുപേരെയും കൂട്ടുമ്പോൾ കിട്ടുമോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോവുകയാണേ, ഇതൊന്ന് ഞാൻ എടുത്ത് എഴുതാം. അടുത്തൊരു പേജിൽ ഒന്ന് എടുത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയേക്കാം. യെസ്. അപ്പോൾ ഒന്നാമത്തവൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? π AC² / 8. ആൻഡ് രണ്ടാമത്തവൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? π AB² / 8. ആൻഡ് മൂന്നാമത്തെ ആളുടെ ഏരിയ π BC² / 8. ഈ മൂന്ന് പേരുടെയും ഏരിയ നമുക്ക് വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇതൊരു മട്ടത്രികോണമല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? എന്നാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത? ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു മിസ്, ഇതാണ് AC ഹൈപ്പോട്ടന്യൂസ്. കാരണം അപ്പോൾ AC² എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, അഥവാ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ അതാ ഞാൻ എഴുതുന്നു, പാദം അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത് എത്രയാണ്? AB² പ്ലസ് ബേസ് സ്ക്വയർ പാദം സ്ക്വയർ BC² ആണ്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും തമ്മിൽ കൂട്ടി നോക്കാം. സെറ്റാണ്? യെസ്. ദാ അപ്പോൾ ഒന്നാമത്തെ ഏരിയ നമ്മൾക്ക് ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുമോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ദാ ഒന്നാമത്തതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് രണ്ടാമത്തതും മൂന്നാമത്തതും കൂട്ടി നോക്കാം. π ഇൻറ്റു AB² / 8 പ്ലസ് π ഇൻറ്റു BC² / 8. മൂന്നാമത്തെയും രണ്ടാമത്തതിൻ്റെയും ഏരിയ പരപ്പളവ് കൂട്ടാൻ പോകുന്നു. അപ്പോൾ ഇവിടെ നോക്കാം, π/8 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്ലസ്സിന് അപ്പുറത്തും ഇപ്പുറത്തും കോമൺ ആണ്. അപ്പോൾ ഞാൻ π/8 പുറത്തേക്ക് എടുത്തു. ഇവിടെ π/8 പുറത്തേക്ക് വന്നാൽ ബാക്കി AB² മാത്രമേ ഉള്ളൂ. പ്ലസ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെ BC² മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? നമുക്കിതാ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇക്വേഷൻ നമ്പർ 2 രീതിയിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കേ, ഈ AB² പ്ലസ് BC² എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? AC² ഈക്വൽ അല്ലേ? മട്ടത്രികോണം വെച്ച് നോക്കിയാൽ. അപ്പോൾ നമുക്ക് എന്തിനു പകരം ദാ π/8 ഇൻറ്റു AB² പ്ലസ് BC², ഇവന് പകരം എന്ത് കൊടുക്കാം? ആരോട് ഈക്വൽ ആണ്? AC² ഈക്വൽ ആണ്. AC² എന്ന് കൊടുക്കാം. ഓക്കെ, അതല്ലേ ഇതാ ഒന്നാമത്തവൻ്റെ ഏരിയ എന്ന് പറയുന്നത്. കണ്ടോ? ഈ രീതിയിലും കണ്ടുപിടിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ ഇവനെ എടുത്തിട്ട് എന്ത് ചെയ്യാം? AC² എന്ന് പറയുന്നത് AB² പ്ലസ് BC² ആണെന്നും എഴുതി കണ്ടുപിടിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ഈസി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടി മിസ് പറഞ്ഞേക്കാം. എന്താണ് നമ്മളോട് പറഞ്ഞിരുന്നത്? ഇവൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് പേരുടെ ഏരിയ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഒന്നാമത്തതിൻ്റെയും രണ്ടാമത്തവൻ്റെയും മൂന്നാമത്തെ ആളുടെ എല്ലാവരുടെയും ഏരിയ നമ്മൾ സുഖമായി തന്നെ കണ്ടുപിടിച്ചു. ഓക്കെ,
സെമി സർക്കിളാണ്, അർദ്ധവൃത്തമാണ്. അവൻ്റെ ഏരിയ എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഏരിയയുടെ പകുതി, പൈ ആർ സ്ക്വയറിൻ്റെ പകുതി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ വ്യാസം നമ്മൾക്കറിയാം, സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ വൃത്തത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് എ ബി ആണെങ്കിൽ എ ബി വ്യാസം ഡയാമീറ്റർ ആയിരിക്കും, അതിൻ്റെ പകുതി ആർ എന്ന് പറയുന്നത് ആ ഒരു ലൈൻ, ഈ ഒരു ബേസിൻ്റെ പകുതിയായിരിക്കും. നേരെ ഇക്വേഷനിലേക്ക് കൊടുത്തു, എല്ലാവരുടെയും ഏരിയ കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്തത്? രണ്ടാമത്തവൻ്റെയും മൂന്നാമത്തവൻ്റെയും ഏരിയ തമ്മിൽ കൂട്ടി നോക്കി, ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ എന്ത് തന്നെ വന്നു? ഒന്നാമത്തെ ആളുടെ ഏരിയ പരപ്പളവ് തന്നെ കിട്ടി. അതാണ് നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഹെൻസ് പ്രോഡ്. സന്തോഷമായോ? ഹാപ്പി ആയോ? കഴിഞ്ഞു, ചാപ്റ്ററും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായോ? കാൽക്കുലേഷൻസ് മനസ്സിലായല്ലോ. ഈ കാൽക്കുലേഷൻസ് എല്ലാം ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളല്ല, ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എങ്കിൽ കൂടിയും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാർക്ക് ചെയ്ത് വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ മിസ്സിനോട് ചോദിക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് റെസ്പോൺസ് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യണം? ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ എന്ത് ചെയ്തു? എ ബി സ്ക്വയറും ബി സി സ്ക്വയറും എന്ന് പറയുന്നത് എ സി സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് മട്ടത്രികോണം പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 1 ഒന്നാമത്തവൻ്റെ ഏരിയ ആണെന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി വേറെ കഥകളും കാര്യങ്ങളൊന്നുമില്ല. ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? നന്നായി തന്നെ പഠിക്കാം. ഇക്വേഷൻസ്, പൈതഗോറസ് തിയറം വരുന്നുണ്ട്, ആർക്ക് ലെങ്ത് ചാപത്തിൻ്റെ നീളം വരുന്നുണ്ട്, സെക്ടറിൻ്റെ ഏരിയ വൃത്താംശത്തിൻ്റെ പരപ്പളവ് വരുന്നുണ്ട്, പിന്നെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ സമഭുജ ത്രികോണത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ വരുന്നുണ്ട്. എല്ലാ ഇക്വേഷൻസിൻ്റെ ഒരു പാക്കേജാണ്. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഇക്വേഷൻസ് പഠിക്കുക. പിന്നെ ഇവിടെ ഇക്വേഷൻസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, മിസ്സിനറിയാം, ഒരു ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ കൂടി വേണം. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസറിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളൊരു ഐഡിയ കൂടി വേണം. അപ്പോൾ ആ ഐഡിയ വരേണ്ടത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താണ് വരുത്തേണ്ടത്. ഓക്കെ, ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തന്നെ പഠിക്കാം. മോർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. നല്ല സൂപ്പറായിട്ട് തന്നെ എക്സാമൊക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സി യു.